Hi, I am Adeeb. Realme ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ലോഞ്ച് ചെയ്ത Realme 7 എന്ന മോഡലിൻ്റെ അൺബോക്സിംഗ് റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ഈ ചാനലിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇതാണ് Realme 7 വരുന്ന ബോക്സ്. ബോക്സിൻ്റെ മുകളിലായിട്ട് തന്നെ സൽമാൻ ഖാൻ്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബോക്സിൻ്റെ രണ്ട് സൈഡിലായിട്ട് നോക്കുകയാണെങ്കിൽ Realme 7ൻ്റെ ബ്രാൻഡിങ് നൽകിയിട്ടുണ്ട്. പിന്നെ ബോക്സിൻ്റെ മുകൾ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ Realmeയുടെ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്. ബോക്സിൻ്റെ താഴ്ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഫോണിൻ്റെ ഒരു ചില ഹൈലൈറ്റഡ് ഫീച്ചേഴ്സ് എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ MRP കൊടുത്തിട്ടുണ്ട്. 20,999 രൂപയാണ് ഈ ബോക്സിൽ കൊടുത്തിരിക്കുന്ന MRP. പിന്നെ ബോക്സിൽ എന്തൊക്കെ കണ്ടന്റാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫോണിൻ്റെ മാനുഫാക്ചറിംഗ് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ബോക്സിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഫോണിൻ്റെ ഹൈലൈറ്റഡ് ഫീച്ചേഴ്സ് എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോണിയുടെ ഒരു 64 മെഗാപിക്സലിൻ്റെ കോഡ് ക്യാമറ, പിന്നെ മീഡിയ ടെക്കിൻ്റെ Helio 95 പ്രൊസസ്സർ, 30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്, 90 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ, അങ്ങനെ ഒരു ചില സ്പെസിഫിക്കേഷൻസ് ഒക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ ഈ ഫോണിൻ്റെ വേരിയൻറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. മിസ്റ്റ് ബ്ലൂ കളറാണ് നമ്മളെ കയ്യിലുള്ളത്. പിന്നെ നോക്കുകയാണെങ്കിൽ ഈ ഫോണിൻ്റെ IMEI മെൻഷൻ ചെയ്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഈ ബോക്സ് ഒന്ന് അൺബോക്സ് ചെയ്ത് ഫോൺ കൂടാതെ ബോക്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് വരുന്നത് നമുക്ക് നോക്കാം. ഈ ബോക്സിൻ്റെ അകത്തായിട്ട് യൂസർ ഗൈഡ്, വാറണ്ടി കാർഡ്, സിം ഇജക്ടർ ടൂള്, 5 വോൾട്ട് 6 ആംപിയറിൻ്റെ ഒരു ചാർജിങ് അഡാപ്റ്റർ, ടൈപ്പ് സി കേബിൾ, പിന്നെ ഒരു ഫോൺ കേസ്. ഇത്രയുമാണ് ബോക്സിൻ്റെ ഉള്ളിലായിട്ട് വരുന്നത്. അടുത്തായിട്ട് ഈ ഫോണിൻ്റെ ഫിസിക്കൽ ഓർമ്മ നോക്കാം. ഈ ഫോണിൻ്റെ ബാക്ക് സൈഡായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു കോഡ് ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു LED ഫ്ലാഷും വരുന്നുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ബോഡിയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ താഴെ നോക്കുകയാണെങ്കിൽ റിയൽമിൻ്റെ ഒരു ചെറിയൊരു ബ്രാൻഡിങ്ങും കൊടുത്തിട്ടുണ്ട്. ഒരു ഗ്രേഡിയൻ്റ് എഫക്റ്റ് ഉള്ള ഡിസൈനാണ് ഈ ഫോണിൻ്റെ ബാക്ക് സൈഡിലായിട്ട് വരുന്നത്. ഈ ഫോണിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് പവർ ബട്ടൺ വരുന്നത്. പവർ ബട്ടണിൽ തന്നെയാണ് ഫിംഗർ പ്രിൻറ്റ് സെൻസറും വരുന്നത്. ഫോണിൻ്റെ ലെഫ്റ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ വോളിയം ബട്ടണും സിം കാർഡ് സ്ലോട്ടും വരുന്നുണ്ട്. ഒരു ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ് വരുന്നത്. അതായത് നമുക്ക് ഒരേ സമയത്ത് 2 സിമ്മും ഒരു മെമ്മറി കാർഡും ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. ഫോണിൻ്റെ താഴ്ഭാഗത്ത് നോക്കുകയാണെങ്കിൽ 3.5 mm ഹെഡ്ഫോൺ ജാക്ക്, പ്രൈമറി മൈക്രോഫോൺ, C ടൈപ്പ് ചാർജിങ് പോർട്ട്, സ്പീക്കർ, ഇത്രയുമാണ് ഫോണിൻ്റെ താഴ്ഭാഗത്തായിട്ട് വരുന്നത്. അടുത്തായിട്ട് ഫോണിൽ വരുന്ന ഡിസ്പ്ലേനെ കുറിച്ച് നോക്കാം. 6.5 ഇഞ്ചിൻ്റെ ഫുൾ HD+ LCD ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. 90 ഹെർട്സ് റീഫ്രഷ് റേറ്റ് വരുന്ന ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ വരുന്നത്. പിന്നെ ഇതിലൊരു പഞ്ചോൾ ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. 90.5% ആണ് സ്ക്രീൻ ടു ബോഡി റേഷ്യോ വരുന്നത്. പിന്നെ ഇതിൽ കോർണിംഗ് ഗൊറില്ലാസിൻ്റെ സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അതിൻ്റെ വേർഷൻ എത്ര എന്നുള്ള കാര്യം റിയൽമി അവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ മെൻഷൻ ചെയ്തിട്ടില്ല. അടുത്തായിട്ട് ഈ ഫോണിൽ വരുന്ന പ്രൊസസ്സർ നോക്കുകയാണെങ്കിൽ മീഡിയ ടെക്കിൻ്റെ Helio G95 പ്രൊസസ്സറാണ് ഇതിൽ വരുന്നത്. ഇതൊരു ഗെയിമിംഗ് പ്രൊസസ്സറാണ്. ഇതിൽ വരുന്ന റാം ടൈപ്പ് നോക്കുകയാണെങ്കിൽ LPDDR4X റാം ടൈപ്പാണ് ഇതിൽ വരുന്നത്. പിന്നെ സ്റ്റോറേജ് ടൈപ്പ് നോക്കുകയാണെങ്കിൽ UFS 2.1 സ്റ്റോറേജ് ടൈപ്പാണ് ഈ ഫോണിൽ വരുന്നത്. അടുത്ത് നമുക്ക് ഈ ഫോണിൽ വരുന്ന ബാറ്ററിനെ കുറിച്ച് നോക്കാം. ഒരു 5000 mAh ഒരു ഹൈ കപ്പാസിറ്റി ബാറ്ററിയാണ് ഇതിൽ നൽകിയിട്ടുള്ളത്. 30 വാട്ടിൻ്റെ ചാർജിങ് സപ്പോർട്ട് ഇതിൽ നൽകിയിട്ടുണ്ട്. ആ 30 വാട്ടിൻ്റെ ചാർജർ ബോക്സിൽ തന്നെ റിയൽമി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. 26 മിനിറ്റ് കൊണ്ട് നമുക്ക് 50% ചാർജ് ചെയ്യാൻ കഴിയുമെന്നാണ് റിയൽമി അവകാശപ്പെടുന്നത്. ഈ ഫോണിൻ്റെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ 196.5 ഗ്രാമാണ് വരുന്നത്. ഡെപ്ത് നോക്കുകയാണെങ്കിൽ 9.4 mm, ഹൈറ്റ് 162 mm, വിഡ്ത്ത് 75.4 mm ആണ് വരുന്നത്. അടുത്തായിട്ട് ഈ ഫോണിൽ വരുന്ന ക്യാമറ കുറിച്ച് നോക്കാം. ഈ ഫോണിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു കോഡ് ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിട്ടുള്ളത്. ഒരു 64 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറയാണ് ഇതിൽ വരുന്നത്. സോണി IMX682 സെൻസറാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിൻ്റെ അപ്പക്ചർ എന്ന് പറയുന്നത് 1.8 ആണ്. പിന്നെ നോക്കുകയാണെങ്കിൽ ഒരു 8 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസിൽ കൊടുത്തിട്ടുണ്ട്. 119 ഡിഗ്രിയാണ് ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത്. ഇതിൻ്റെ അപ്പക്ചർ നോക്കുകയാണെങ്കിൽ f2.3 ആണ് ഇതിൻ്റെ അപ്പക്ചർ വരുന്നത്. പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോർട്രേറ്റ് ലെൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ മാക്രോ ലെൻസ്, അങ്ങനെ ടോട്ടൽ 4 ക്യാമറയാണ് ഈ ഫോണിൻ്റെ ബാക്ക് സൈഡിലായിട്ട് വരുന്നത്. പിന്നെ ഒരു LED ഫ്ലാഷ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ മെയിൻ ക്യാമറ ഉപയോഗിച്ച് നമുക്ക് 4K വീഡിയോസ് 30 ഫ്രെയിം പെർ സെക്കൻഡിൽ ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ 1080p വീഡിയോസ് നോക്കുകയാണെങ്കിൽ 30, 60, 120 FPS നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ 720p വീഡിയോസ് 30 ഫ്രെയിം പെർ സെക്കൻഡിലും 30 ഫ്രെയിം പെർ സെക്കൻഡിലും 240 ഫ്രെയിം പെർ സെക്കൻഡിലും നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഈ ഫോണിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഉപയോഗിച്ച് നമുക്ക് വീഡിയോസ് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് നോക്കുകയാണെങ്കിൽ ഒരു 16 മെഗാപിക്സലിൻ്റെ ക്യാമറയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. സോണി IMX471 സെൻസറാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. f2.1 ആണ് ഇതിൻ്റെ അപ്പക്ചർ വരുന്നത്. ഈ റിയൽമി 7 ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ്രോയിഡ് 10 വരുന്നത്. റിയൽമി യു ആണ് ഇതിൻ്റെ യൂസർ ഇന്റർഫേസ്. അടുത്തായിട്ട് ഈ ഫോണിൽ വരുന്ന സെൻസേഴ്സിനെ കുറിച്ച് നോക്കാം. മാഗ്നറ്റിക് ഇൻഡക്ഷൻ സെൻസർ, ആക്സലറേഷൻ സെൻസർ, ഗൈറോമീറ്റർ, പ്രോക്സിമിറ്റി സെൻസർ, ലൈറ്റ് സെൻസർ, ഇതൊക്കെയാണ് ഈ ഫോണിൽ വരുന്ന സെൻസേഴ്സ്. ഈ ഫോൺ ടോട്ടലായിട്ട് 2 കളർ വേരിയൻ്റാണ് വരുന്നത്. മിസ്റ്റ് വൈറ്റ്, മിസ്റ്റ് ബ്ലൂ. മിസ്റ്റ് ബ്ലൂ എന്ന വേരിയൻ്റാണ് നമ്മളിപ്പോൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത്. അടുത്തായിട്ട് ഈ ഫോണിൻ്റെ പ്രൈസിനെ കുറിച്ച് നോക്കാം. 6GB 64GB വേരിയൻറ്റിന് 14,999 രൂപയും 8GB 128GB വേരിയൻറ്റിന് 16,999 രൂപയുമാണ് വരുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ഈ വീഡിയോ. ഈ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. ബൈ.